നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 33 ശ്ലോകമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. 33 വരെ നോക്കി. അപ്പോൾ ഭഗവാന്റെ വാക്കുകളിൽ ശ്രദ്ധയുണ്ടായി. കർമ്മയോഗത്തെ ആ പറഞ്ഞതുപോലെ അനുസരിക്കുന്നവർ കർമ്മങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു എന്ന് പറയുകയുണ്ടായി. അതറിയാതെ അസൂയപ്പെട്ടിട്ട് ഈശ്വരനെ സാധാരണ മനുഷ്യനായി കണ്ടുകൊണ്ട് ഈശ്വരൻ്റെ വാക്കുകളെല്ലാം വെറും വാക്കുകളാണ്, അത് പഴയ കാര്യങ്ങളാണ്, ഇന്നത്തെ കാലഘട്ടം അതൊന്നും സാധ്യമല്ല, അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന അസൂയപ്പെട്ടവരാക്കെല്ലാം അങ്ങനെ വിവേകമില്ലാത്തവരായ അവർ നശിച്ചവരായി അറിഞ്ഞാലും, അല്ലെങ്കിൽ അവർക്ക് ആത്മീയമായ പുരോഗതി ഇല്ലെന്നറിഞ്ഞാലും ഈ രാഗദ്വേഷങ്ങളിലൂടെ വിഷയങ്ങളിലെ പെട്ടുകൊണ്ട് സ്വാർത്ഥ ബുദ്ധിയോടുകൂടി അവർ ജീവിച്ച സുഖദുഃഖങ്ങളിൽ മുന്നോട്ട് പോകുന്നു. ആത്മീയമായ പുരോഗതി അവർക്കില്ല, ആത്മീയമായി നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ജ്ഞാനമുള്ളവനും തൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എന്തുകൊണ്ട്? അത് സ്വഭാവമാണ്. ബലാത്കാരേണ ഒതുക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധ്യമാകും? കർമ്മങ്ങളിലേക്ക് മനസ്സും ബുദ്ധിയും അല്ലെങ്കിൽ ശരീരവും എല്ലാം പ്രവർത്തിക്കാതെ എങ്ങനെ നിലനിർത്താൻ ഈ ജീവിതം മുഴുവൻ? അങ്ങനെ സാധ്യമല്ല. എന്തു ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിയതമായ കർമ്മങ്ങൾ കർമ്മയോഗപരമായി ചെയ്യണം എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകം 34-ാമത്തെ. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിബന്ധിനൗ. രാഗദ്വേഷൗ, രാഗവും ദ്വേഷവും, ഇന്ദ്രിയസ്യ അർത്ഥേ വ്യവസ്ഥിതൗ, ഓരോരോ ഇന്ദ്രിയങ്ങളിലൂടെയും. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ കാഴ്ച, ശ്രവണം, അല്ലേ, അതുപോലെ ഘ്രാണം, നമ്മളെ അതിലൂടെ അല്ലെങ്കിൽ രസനം, നാക്കിലൂടെ കിട്ടുന്ന രുചി, സ്പർശനം, ഇങ്ങനെയുള്ള ഓരോരോ ഇന്ദ്രിയങ്ങളിലൂടെയും വിഷയത്തിൽ വ്യവസ്ഥിതൗ, അതാത് വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവയാണ്. ഏത്? രാഗവും ദ്വേഷവും. നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് പോകുന്തോറും ആ വിഷയങ്ങളിൽ രാഗവും ദ്വേഷവും ഉണ്ടാവും. രാഗം എന്ന് പറഞ്ഞാൽ അതിനോട് ഇച്ഛ, അതിനോട് ബന്ധപ്പെട്ട് അതിനോട് ആസക്തി. ദ്വേഷം പറഞ്ഞാൽ അതിനുള്ള നിവൃത്തി, അത് വേണ്ട, അത് ഇഷ്ടപ്പെടുന്നില്ല, അത് ഇഷ്ടമല്ല. അപ്പോൾ ഈ ഇഷ്ടവും ഇഷ്ടക്കേടും, രാഗവും ദ്വേഷവും ഈ ഓരോ ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളിലും നിലനിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നതാണ്. തയോഹോ വശം ന ആഗച്ഛേത്, അവയുടെ ആ വശത്തെ, അവയുടെ ആ ഒരു നിലയെ, അല്ലെങ്കിൽ ആ രാഗദ്വേഷങ്ങളിലേക്ക് ന ആഗച്ഛേത്, പ്രാപിക്കരുത്. അതാണ് നമുക്ക് ബന്ധനമായിരിക്കുന്നത്, അതാണ് തത്വജ്ഞാനത്തിന് വിഘ്നമായിരിക്കുന്നത്. എന്തുകൊണ്ടാൽ തൗ അസ്യ പരിബന്ധിനൗ, അവ രണ്ടും തന്നെ ശത്രുക്കളാണ്. ആരുടെ? ഈ ആത്മതത്വത്തിന്, ഒരു ജ്ഞാനത്തിൻ്റെ നിഷ്ഠയ്ക്ക്, അത് തന്നെയാണ്, അല്ലെങ്കിൽ ആത്മീയമായ പുരോഗതിക്ക് ശത്രുവായിരിക്കുന്നത്, തടസ്സമായിരിക്കുന്ന ഈ രാഗവും ദ്വേഷവും. വിഷയങ്ങൾ ഉണ്ടാകുന്ന, ഇന്ദ്രിയങ്ങളിലൂടെ പോകുമ്പോൾ ഓരോ വിഷയങ്ങളിലും അത് നമുക്ക് ഇഷ്ടപ്പെടുന്നു, രാഗം അതിനെ വേണമെന്നുള്ള ആസക്തി ഉണ്ടാകുന്നു അതിലൂടെ, അല്ലെങ്കിൽ ദ്വേഷം അതിൽ നിന്ന് നിവർത്തിക്കുന്നു, അത് വേണ്ട എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളായി, നമ്മുടെ രാഗദ്വേഷത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ വിഷയങ്ങളിൽ ആസക്തിയോടെ ചെയ്യുമ്പോൾ കർമ്മത്തിൽ ബന്ധനസ്ഥനായി തീരുന്നു, കർമ്മങ്ങൾ വിഷയബന്ധനായി സ്വാർത്ഥരായി ജീവിക്കുന്നു. അങ്ങനെ രാഗവും ദ്വേഷത്തെയും എന്തു പറയുന്നു? നമ്മുടെ ആത്മജ്ഞാനത്തിന് ശത്രുക്കളാണെന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെ രാഗദ്വേഷാദികളിൽ വന്നാലോ നമുക്ക് വേണ്ട കർമ്മങ്ങൾ, സ്വധർമ്മങ്ങൾ ചെയ്യില്ല. അവിടെ ഇഷ്ടാനിഷ്ടങ്ങൾ വരും. നമ്മുടെ സ്വാർത്ഥ ബുദ്ധിക്കനുസരിച്ച്, അല്ലെങ്കിൽ ആ വിഷയങ്ങൾക്കനുസരിച്ച് നമുക്ക് വിഷയങ്ങളോടുള്ള രാഗദ്വേഷങ്ങൾ വരുമ്പോൾ നമുക്ക് നിയതമായ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിലേക്ക് നമ്മൾ പോവും. ചിലപ്പോൾ നമ്മൾ വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കുകയും ചെയ്യും. അത് ചെയ്യാതെ വേണ്ടാത്ത പരധർമ്മമായ കർമ്മത്തെ ചെയ്യും. അതാണ് അടുത്തത് പറയുന്നത്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മ സ്വനിഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. സ്വനിഷ്ഠിതാത്, നല്ലതുപോലെ ചെയ്യപ്പെട്ട, പരധർമാത് വിഗുണഃ സ്വധർമ്മഃ ശ്രേയാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുന്നത് ഭഗവാൻ? പരധർമ്മത്തെക്കാളും വിഗുണഃ സുധർമ്മഃ, ശരിയായി അനുഷ്ഠിക്കാത്ത സുധർമ്മം തന്നെയാണ്. പരധർമ്മം നമ്മൾ നല്ലതുപോലെ, സ്വനിഷ്ഠിതാത് പരധർമാത്, നല്ല രീതിയിൽ നമ്മൾ പരധർമ്മത്തെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ധർമ്മമാണ്. ഇപ്പം
ഇപ്പം ഇവിടെ അർജുനന് സന്യാസമാണെന്ന് പറയുന്നു. അപ്പോൾ സന്യാസത്തെ നമ്മൾ ശക്തിയോടെ പിടിച്ചു വെച്ച് അതിലേക്ക് നമ്മൾ സന്യാസ മാർഗത്തിലേക്ക് പോയാലും നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് ആ സന്യാസ മാർഗത്തിലേക്ക്, അത് പരധർമ്മം ആയതുകൊണ്ട് അതിൽ നിലനിൽക്കില്ല നമ്മുടെ മനസ്സ്. ദ്വേഷം കൊണ്ടാണ് പോകുന്നത്, നമുക്ക് ഈ വിഷയങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാണ് പരധർമ്മത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അത് അനുഷ്ഠിച്ചേക്കാം, കടിച്ചു പിടിച്ച് അനുഷ്ഠിച്ചേക്കാം. പക്ഷെ അങ്ങനെയുള്ള പരധർമ്മത്തെക്കാളും വിഗുണ സ്വധർമ്മ ശ്രേയാൻ. എന്തുകൊണ്ടാ? വിഗുണ അത് ശരിയായി പ്രവർത്തിച്ചില്ല ഏതിലെ സ്വധർമ്മത്തിൽ, എങ്കിൽ കൂടെ അത് ശ്രേഷ്ഠമാണ്. അപ്പോൾ നമുക്ക് സ്വധർമ്മത്തെ, അത് നമ്മുടെ രാഗദ്വേഷങ്ങളല്ല സ്വധർമ്മത്തെ നമുക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ടത്. ഈ രാഗദ്വേഷങ്ങൾ പെട്ടുപോയാൽ സ്വധർമ്മം നമുക്ക് അത് ഇഷ്ടമാണോ ഇഷ്ടക്കേടാണോ എന്നുള്ളത് അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ സ്വധർമ്മം നിന്ന് വിട്ട് പരധർമ്മത്തിലേക്ക് പോകും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു വ്യക്തി അവരുടെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാതെ വേറെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളെ പരധർമ്മമായിരിക്കാം, പക്ഷെ അതിനോട് ഇഷ്ടം വന്ന് അതിനോട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്താലും അതുകൊണ്ട് ദോഷം തന്നെയാണ്. അതുകൊണ്ട് സുധർമ്മം നിധനം ശ്രേയ പരധർമ്മ ഭയാവഹ. സ്വധർമ്മത്തിൽ മരണം തന്നെ. ആ സ്വധർമ്മം നമ്മളെ വിധിപൂർവമായ ഇത് രാഗദ്വേഷങ്ങൾക്ക് അടിയപ്പെടാതെ സുധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ശ്രേയസ്കരം. പരധർമ്മ ഭയാവഹ. പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ്, അവിടെ വീണ്ടും ബന്ധനത്തെ ഉണ്ടാക്കുന്നതാണ്. അത്രയും ഭയങ്കരമാണ് പരധർമ്മം. അപ്പം നമ്മുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് രാഗദ്വേഷങ്ങൾക്കനുസരിച്ച് ആകരുത്. ധർമ്മമാണെങ്കിൽ അതിൽ രാഗദ്വേഷങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. അത് ഈശ്വരാർപ്പണമായി ചെയ്യേണ്ടതാണ്. അത് ചെയ്യേണ്ട ധർമ്മങ്ങളാണ്, കർത്തവ്യമാണ്. അതോ ചെയ്തിരിക്കണം. അതെങ്ങനെ? ഈശ്വരാർപ്പണമായി അതിൽ ഫലങ്ങൾ ഇച്ഛയില്ലാതെ രാഗദ്വേഷങ്ങളില്ലാതെ ചെയ്യേണ്ടതാണ്. അത് എത്ര മോശമായി ചെയ്യുകയാണെങ്കിലും പരധർമ്മത്തിൽ ഇത്തിരി അവിടെ പോയാൽ എനിക്ക് പരധർമ്മം അല്ലെങ്കിൽ എൻ്റെ ധർമ്മമല്ലാത്ത കാര്യങ്ങളിൽ എനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കുമെങ്കിൽ കൂടി അത് ഇപ്പോഴും ഭയാവഹമാണ്, അത് ഭയങ്കരമാണ്. അതിലേക്ക് ഭയത്തെ ഉണ്ടാക്കുന്ന അതിലേക്ക് പോകരുത്. സ്വധർമ്മത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് കർമ്മയോഗം ചെയ്യണം എന്നിവിടെ പറയുകയാണ്. അധർമ്മത്തിൻ്റെ വഴിയെ പോകരുത്. അധർമ്മത്തിൽ പോകാതെ ധർമ്മത്തിലൂടെ സ്വധർമ്മത്തിലൂടെ നീങ്ങണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴോ പരധർമ്മം ആചരിച്ചു കഴിഞ്ഞാൽ പരവഞ്ചനയാണ്, സ്വയം വഞ്ചിക്കുക തന്നെ ചെയ്യുന്നത്. പരവഞ്ചന മാത്രമല്ല, സ്വയം ആത്മവഞ്ചനയാണ്, ആത്മഹത്യയാണ്. അതിന് പ്രായശ്ചിത്തം എന്നത് ഉണ്ടാകില്ല. പരധർമ്മത്തിൻ്റെ ഭയങ്കരത തന്നെയാണ്. ഭയാവഹം പറഞ്ഞാൽ അത് ആത്മഹത്യക്ക് തുല്യമാണ്, അല്ലെങ്കിൽ സ്വയം നാശത്തിന് കാര്യമാകുന്നു. അത് തന്നെയാണ്, അതിന് പ്രായശ്ചിത്തമില്ല. ഇത്രയും കേട്ട അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതാണ്. അർജുന ഉവാച അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അല്ലയോ ഭഗവാനെ വാർഷ്ണേയ, അതാ അയം പുരുഷഃ അനിച്ഛന്നപി കേന പ്രയുക്തഃ ബലാ നിയോജിതഃ ഇവ പാപം ചരതി. അപ്പോൾ അനിച്ഛന്നപി, ഇച്ഛയില്ല, പാപം ചെയ്യണമെന്ന് ഇച്ഛയില്ല, അധർമ്മം ചെയ്യണമെന്ന് ഇച്ഛയില്ലെങ്കിൽ കൂടി കേന പ്രയുക്ത, ആരാൽ പ്രേരിതനായിട്ടാണ്, ബലാ നിയോജിത ഇവ, ബലാത്കാരേണ പ്രേരിക്കപ്പെട്ടവനെ പോലെ പാപം ചരതി, പാപകർമ്മത്തെ ആചരിക്കുന്നു, അധർമ്മത്തെ ആചരിക്കുന്നു. എനിക്ക് ഇച്ഛയില്ല, ധർമ്മത്തിലൂടെ നടക്കണമെന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അധർമ്മത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്? ആരുടെ പ്രേരണ കൊണ്ടാണ്? ആരാണെന്നുള്ളത് അറിഞ്ഞാലല്ലേ നമുക്ക് അവനെ ഇല്ലാതാക്കാൻ സാധ്യമാവൂ. അപ്പം ആരുടെ പ്രേരണ കൊണ്ടാണ്, എന്തുകൊണ്ട്, അതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. സംശയം. ശ്രീ ഭഗവാൻ ഉവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനം ഇഹ വൈരിണം. രജോ ഗുണസമുദ്ഭവഃ യേഷ കാമ യേഷ ക്രോധഃ മഹാശനഃ മഹാപാപ്മാ. അപ്പം ആരൊക്കെയാ ഈ പാപികൾ? ആരൊക്കെയാ? രജോ ഗുണസമുദ്ഭവമായ യേശ കാമഹ ക്രോധഃ ച. ഈ കാമവും ക്രോധവും തന്നെയാണ്. കാമം, വിഷയങ്ങളോടുള്ള കാമം, അതിനോടുള്ള അത് കിട്ടാതിരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ക്രോധം, അതെല്ലാം തന്നെയാണ് മഹാശനഹ. അതിനെ അധികം തിന്നുന്നവനും മഹാപാപിയും ആകുന്നു. നമ്മളെ നശിപ്പിക്കുന്നതും മഹാപാപിയും ആക്കുന്നതും ആരാണ്? ഈ കാമവും ക്രോധവും തന്നെയാണ്. ഇഹ ഏനം വൈരിണം വിദ്ധി. അവയെ നല്ലത് ചെയ്യുന്നതിൽ നമുക്കിതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഈ രണ്ടെണ്ണത്തിനെ ഏനം, ഇതിനെ വൈരിണം വിദ്ധി, ശത്രുവായി തന്നെ അറിഞ്ഞാലും. അപ്പം ഈ കാമവും ക്രോധവും തന്നെയാണ് നമ്മളെ നല്ലത് ചെയ്യാൻ അനുവദിക്കാത്തത്.
അതിന് ചെയ്യാതെ അനുവദിക്കാതിരിക്കുന്ന ശത്രുവും നമ്മുടെ ആരാണ്? ഇപ്പം നമ്മളെ എന്തുകൊണ്ട് അധർമ്മത്തിലേക്ക് പാപങ്ങളിലേക്ക് നയിക്കുന്നു? ഈ കാമവും ക്രോധവും തന്നെയാണ്. വിഷയങ്ങളോടുള്ള കാമം. ഈ കാമം എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഗവും ദ്വേഷവും വന്നു. അപ്പം അതിനോട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, പ്രവർത്തിക്കേണ്ട ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടേക്ക് രാഗം വന്നുകൊണ്ട് അവിടെ ഇങ്ങനെ അത് പ്രവർത്തിക്കുക. അപ്പോൾ പ്രവർത്തിക്കേണ്ട കാര്യത്തിൽ പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദ്വേഷമായി, പ്രവർത്തിക്കേണ്ടത് രാഗത്തോടു കൂടി ചെയ്യുന്നത് പ്രവൃത്തിയായി. അപ്പോൾ പ്രവൃത്തിയും നിവൃത്തിയും ഇതെല്ലാം ഉണ്ടാക്കുന്ന രാഗമാണ്. അതുപോലെ തന്നെ അതിലേക്ക് ചിലതിലേക്ക് ക്രോധം, ഇല്ലേ? രാഗങ്ങൾ ശരിയായി നടന്നെങ്കിൽ അതിൽ ക്രോധം. അപ്പം അങ്ങനെ രാഗവും ക്രോധവും തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഈ മഹാപാപങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ ഇങ്ങനെ പറയുകയാണ്. ധൂമേനാവ്രിയതേ വനിർ യഥാദർശോ മലേന ച യഥോൽഭേനാവൃതോ ഗർഭ തഥാ തേന ഇതമാവൃതം. യഥാ ധൂമേന വഹ്നിഹി, എപ്രകാരം പുക കൊണ്ട് തീയും, പുകയാൽ തീയ്, അതുപോലെ മലേന ആദർശഹച്ച, അഴുക്കുകൊണ്ട് കണ്ണാടിയും ആവ്രിയതേ, ആവരണം ചെയ്യപ്പെടുന്നു. പുക കൊണ്ട് നമുക്ക് തീയിനെ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു കണ്ണാടിയിൽ അതിൻ്റെ ചളി നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കണ്ണാടിയിൽ നമ്മുടെ മുഖത്തെ കാണാൻ പറ്റുന്നില്ല. തഥാ ഉൽഭേന ഗർഭ ആവൃത, മുന്നീർക്കുടം കൊണ്ട് ഗർഭശിശു ആവൃതമായിരിക്കുന്നു, അല്ലേ? ഗർഭത്തിൽ മുന്നീർക്കുടം കൊണ്ട് ഗർഭത്തിലെ ശിശു ആവൃതമായിരിക്കുന്നു. എപ്രകാരം? തഥാ തേന ഇതം ആവൃതം, ഈ കാമം കൊണ്ട്, ഈ കാമവും ക്രോധവും പറഞ്ഞല്ലോ, അതുകൊണ്ട് ഈ ജ്ഞാനം, ഈ തത്വജ്ഞാനത്തിൽ ആവൃതമായിരിക്കുന്നു. തത്വജ്ഞാനത്തെ നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ വിഷയങ്ങളിലേക്കുള്ള ഇച്ഛ, രാഗം അല്ലെങ്കിൽ ഈ ക്രോധം, ഇത് തന്നെയാണ് നമുക്ക് എവിടെ നിന്ന് തടസ്സമായിരിക്കുന്നത്? നമ്മുടെ തത്വത്തെ, നമ്മുടെ ആത്മസ്വരൂപത്തെ നമുക്ക് തിരിച്ചറിയാതിരിക്കാനുള്ള ശത്രുവായി അല്ലെങ്കിൽ ആവരണമായി നിൽക്കുന്നത്. അപ്പോൾ എന്തിനെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത്? നമ്മുടെ ഈ വിഷയ ഇച്ഛ, കാമം, ക്രോധം. അപ്പം നമ്മുടെ യജ്ഞഭാവമായി നമുക്ക് നിത്യമായി കർമ്മമായി വന്നിരിക്കുന്ന, ധർമ്മമായി വന്നിരിക്കുന്ന കാര്യങ്ങളെ, അത് ചെയ്യേണ്ടത് കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്തിരിക്കണം. എങ്ങനെ ചെയ്യണം? കർമ്മയോഗമായി, ഈശ്വരാർപ്പണമായി, ഫലങ്ങളിൽ ഇച്ഛയില്ലാതെ ചെയ്യണം. അതല്ലാതെ ഈ ഫലങ്ങൾ രാഗവും ദ്വേഷങ്ങളും ഒക്കെ ഉണ്ടായി അതിലൂടെ കാമക്രോധാദികളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ നമ്മുടെ സ്വരൂപത്തെ വിസ്മരിച്ച് വിഷയങ്ങളിൽ തൽപരരായി സ്വാർത്ഥ ബുദ്ധിയോടുകൂടി ജീവിക്കുന്നു. അത് നമ്മളെ ആത്മതത്വത്തിൽ നിന്നും അകറ്റി നമ്മളെ പാപങ്ങളിലേക്ക് ചരിപ്പിക്കുന്നു എന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞ്, ആ രാഗദ്വേഷാദികളാണ് എന്ന് ഭഗവാൻ മറുപടി കൊടുക്കണം. അർജുനൻ ചോദിച്ചതനുസരിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് പാപങ്ങളിലേക്ക് അനിച്ഛൻ നബി ഇഷ്ടപ്പെടാതെ തന്നെ ബലാധിപ നിയോജിത, ബലാത്കാരേണ നിയോജിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചതിന് മറുപടിയായി ഭഗവാൻ പറയുകയാണ്, ഈ വിഷയങ്ങളിലുള്ള കാമവും ക്രോധവും തന്നെയാണ്. അപ്പോൾ ഈ രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ കാമങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ ഈശ്വരാർപ്പണമായി ചെയ്യണം കർമ്മങ്ങളെ എന്ന് ഭഗവാൻ ഇവിടെ അങ്ങനെ പറയുകയാണ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഇത് ചെറു വീഡിയോ ആക്കി നമുക്ക് കേൾക്കാനുള്ള സൗകര്യത്തിന് അതുപോലെ മുന്നോട്ട് പോകാം. ചർച്ചകൾ ചെയ്ത് പരസ്പരം നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് ശ്രമിക്കാം. നമസ്കാരം.